ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ വക്കീലിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ. അങ്ങനെ വക്കീലാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വക്കീലിൻ്റെ ഫീസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 35 ലാക്സ് ആണ്. പിന്നെ അതിന് പോകെ ബാക്കിയുള്ള ചിലവ് കാര്യങ്ങളും പിന്നെ വക്കീലിൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഉള്ള ചിലവിനുള്ള പൈസ കാര്യങ്ങൾ പിന്നെ വക്കീലിന് പോയി വരാനുള്ള പൈസ കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഭൂമിയെ കൊണ്ട് എന്തായാലും നടക്കാത്ത കാര്യമാണല്ലോ ഇവർ ഇത്രയും പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിലും നമ്മൾ അജയുടെ കൂട്ടുകാരൻ വക്കീലാണെങ്കിലും ശരി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്, എന്തോ ചെയ്യും, എന്നെക്കൊണ്ട് ഇത്രയും ഒന്നും പറ്റത്തതും ഇല്ല, പക്ഷേ എനിക്കാണെങ്കിൽ അമ്മയെ വെച്ചിട്ട് രക്ഷപ്പെടുത്തുകയും വേണം, എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പം നമ്മൾ അജയുടെ വക്കീൽ പറയുന്നില്ല എന്താ ചെയ്യാനാ ഭൂമി, നമ്മൾ ഇതിനി എന്താ മുമ്പോട്ട് പോകേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമായിരിക്കും, ഇതല്ലെങ്കിൽ വേറൊരു മാർഗ്ഗം നമുക്ക് ആരെങ്കിലും വഴി നമുക്ക് കിട്ടുമെന്നൊക്കെ നമ്മളെ ഭൂമി ഇങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മളെ ഭൂമിയും അജയുടെ വക്കീലും കൂടെ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഭവാനി കേട്ടോ. ഭവാനിയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ആരെയും വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ ഒരാളെ. അപ്പം അയാൾക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും സൗഭാഗ്യപുരത്ത് പോയിട്ടാണെങ്കിൽ ഇതിനൊക്കെ ഞാനും മോളും ഇവിടെ താമസിക്കുന്നുണ്ടെന്ന കാര്യമൊക്കെ നിങ്ങൾ പറയണം, നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നപ്പം ഞങ്ങളെ കണ്ടത് എന്തായാലും ഈ വിവരം നിങ്ങൾ അവരെ അറിയിക്കണം, അവരെന്തായാലും ഞങ്ങളെ അന്വേഷിക്കാതിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അയാൾക്ക് കുറേ പൈസയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഭവാനി. അങ്ങനെ അയാളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടാണെങ്കിൽ അയാൾ ചെല്ലുന്നുണ്ട് കേട്ടോ. സൗഭാഗ്യപുരത്ത് ചെന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട് ഇതെനക്ക് ഭവാനിയും മോളെയും കണ്ടെന്നുള്ള കാര്യമൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ സൗഭാഗ്യ മുത്തശ്ശിയാണെങ്കിലും നമ്മളെ സംഗീതയും ഭർത്താവിനെയൊക്കെ പറഞ്ഞ് മോളെയൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഭവാനിയും അതുപോലെ അഞ്ജനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾ അഞ്ജനെ കണ്ടിട്ട് ഓടിപ്പോയാണെങ്കിൽ അഞ്ജന പറയുന്നുണ്ട് നമ്മളെ ഭവാനി അടുത്ത് ഇതെനക്ക് സൗഭാഗ്യപുരത്ത് നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുമ്പേ നമ്മളെ ഭവാനിയാണെങ്കിൽ അഞ്ജന അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതെനക്ക് ഞാൻ ഇന്നൊരാളെ പറഞ്ഞു വിടുന്നുണ്ട്, അവരവിടെ ചെന്നിട്ട് ഇവരുടെ അടുത്ത് എന്തായാലും കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെന്തായാലും വരാതിരിക്കത്തില്ല, അവർ വരുമ്പം നീ ഒരു ഡിമാൻഡ് വെക്കണമെന്ന് പറയും. അപ്പം എന്താ അമ്മയെ ഡിമാൻഡ് എന്ന് ചോദിക്കുമ്പം അത് അജയ്യെ കല്യാണം കഴിച്ച് തരാൻ നിങ്ങൾ സമ്മതിച്ച് വാക്ക് പറയണം, അത് നിങ്ങളല്ല അജയ് തന്നെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വാക്ക് പറയണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് വരത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നീ നേരത്തെ അവരുടെ അടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവർ വരുന്ന സമയത്ത് നമ്മൾ അഞ്ജനയാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളൊരു ഉറപ്പ് തന്നിട്ട് കാര്യമില്ല, എനിക്ക് ഞങ്ങൾ ഇവിടുന്ന് വരണമെങ്കിലും അജയ് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയണം, അത് അവൻ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ തിരിച്ചിനി സൗഭാഗ്യപുരത്തേക്ക് വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സംഗീതയും മാധവനും എല്ലാം അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വന്നിട്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിൽ നമ്മൾ സൗഭാഗ്യ മുത്തശ്ശി എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ ചെറിയൊരു വീട്ടിലാണ് അമ്മ താമസിക്കുന്നത്, ഭവാനിയും അതുപോലെ അഞ്ജനയും കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംഗീത പറയുന്നുണ്ട്. പറ്റി മുത്തശ്ശി പറയുന്നുണ്ട് അപ്പം നിനക്ക് വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്ന മോളെ എന്നൊക്കെ ചോദിക്കുമ്പം സംഗീതയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതിലിപ്പോൾ തെറ്റൊന്നും ഇല്ലല്ലോ, എങ്ങനെയും നമുക്ക് അജയും അഞ്ജനയുടെയും കല്യാണം നടത്തി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇവർ പറയുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ നമ്മൾ അജയ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അജയ് അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട് എന്തായാലും ഇതിനി ഈ കല്യാണം നടക്കത്തില്ല എന്ന് തന്നെ അജയ് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നീ എന്തായാലും അഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അജയ്ക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് അജയ് ആണെങ്കിൽ റൂമിൽ പോയി കഥവൊക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സംഗീത പോയി ആണെങ്കിൽ പറയുന്നുണ്ട് മോനെ കഥവ് തുറയെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന സംഗീത ഡോറിനൊക്കെ കൊട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അജയ് ആണെങ്കിൽ കഥവ് തുറക്കുന്നത് നമ്മൾ അജയ് ആണെങ്കിൽ ദേഷ്യം തന്നെ റൂമിൽ ഇരിക്കും. അപ്പോൾ അജയ് ആണെങ്കിൽ എസ് എന്നും പറയുന്നില്ല നോ എന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഭൂമിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കിടന്ന് ആഹാ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ഭൂമി ഒരു മൊബൈൽ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്, പോയിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ ആ ഫോണൊന്ന് ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നുണ്ടല്ലേ നമ്മളെ ഭവാനിയാണെങ്കിൽ നമ്മളെ കമാലിനെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ടാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാളടുത്ത് പറയുന്നുണ്ട്. അയാളത്തും പറയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ച് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അപ്ഡേഷനൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ ഭവാനിയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ടൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.